അതിവൈകാരികമായിരുന്നു അജീഷിൻ്റെ സംസ്കാരം. വൈകിട്ട് 5:15 അജീഷിൻ്റെ സംസ്കാരം പടമല സെൻറ്റ് ആൻഫോൾസ പള്ളി സെമിത്തേരിയിൽ പൂർത്തിയാക്കിയത്. അജീഷിന് അന്ത്യചുംബനം നൽകി 2 മക്കൾ. മൂത്തത് പെൺകുട്ടിയാണ്, ഇളയത് ആൺകുട്ടി. ഭാര്യ, അച്ഛനും അമ്മയും അതുപോലെ അടുത്ത ബന്ധുക്കളെല്ലാവരും തന്നെ പൊട്ടിക്കരയുന്ന സമയത്ത് സംസ്കാരത്തിന് പങ്കെടുക്കാനെത്തിയ എല്ലാവരും കരഞ്ഞുപോയി എന്നതാണ്. അതിന് അത്രത്തോളം അതിവൈകാരികമായ നിമിഷങ്ങളിലൂടെയാണ് പടമല കടന്നുപോയത്. 3:30 വീട്ടിലെ ശുശ്രൂഷകളെല്ലാം പൂർത്തിയാക്കി, പ്രാർത്ഥനകളെല്ലാം പൂർത്തിയാക്കി മൃതദേഹം വിലാപയാത്രയായി പള്ളിയിലേക്ക് കൊണ്ടുവന്നത്. 100 കണക്കിന് ആളുകൾ പങ്കെടുത്തു. അജീഷിൻ്റെ ബന്ധുക്കളായാലും സുഹൃത്തുക്കളായാലും നാട്ടുകാരായാലും ദൂരെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് വന്ന ആളുകൾ പോലും ഈ സംസ്കാര ചടങ്ങിൽ അതുപോലെ വിലാപയാത്രയിലും എല്ലാം പങ്കെടുത്തു എന്നതാണ്. സംസ്കാര ചടങ്ങുകൾക്ക് മാനന്തവാടി രൂപത ബിഷപ്പാണ് മുഖ്യ കാർമ്മികത്വം വഹിച്ചത്. പള്ളിയിലെത്തിയ സമയത്ത് സിറോ മലബാർ സഭ ആർച്ച് ബിഷപ്പിൻ്റെ സന്ദേശം അദ്ദേഹം വൈദികൻ വായിക്കുകയും ചെയ്തു. അതായത് മലയോര മേഖലയിലെ ജനങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ, അതിൽ സർക്കാരുകൾ ഇടപെടലുകൾ കൃത്യമായി നടത്തുന്നില്ല, ജാഗ്രത കൂടുതൽ പുലർത്തേണ്ടതുണ്ട് എന്നതാണ് സിറോ മലബാർ സഭ ആർച്ച് ബിഷപ്പിൻ്റെ സന്ദേശം വന്നത്. അതിനുശേഷം ചടങ്ങുകളെല്ലാം പൂർത്തിയാക്കി മൃതദേഹം സെമിത്തേരിയിലേക്ക് എടുത്തു. എന്തായാലും കണ്ടുനിന്ന ആർക്കും തന്നെ ഈറനണിയാതെ കരയാതെ നിൽക്കാൻ കഴിയില്ല എന്നൊരു സാഹചര്യമാണ് പടനിലത്തുണ്ടായിരുന്നത്. വീട്ടിലേക്ക് തിരികെ പോവുകയാണെങ്കിൽ രാവിലെ 9 മണി മുതൽ ഒക്കെ വീട്ടിൽ പൊതുദർശനം ആരംഭിച്ചു. കൂടുതൽ ആളുകൾ അങ്ങോട്ടേക്ക് ഒഴുകിയെത്തുകയായിരുന്നു. വൈകിട്ട് 3:30 ഞാൻ പറഞ്ഞതുപോലെ വിലാപയാത്രയായി മൃതദേഹം പള്ളിയിലേക്ക് കൊണ്ടുവന്നത്. അതിനുശേഷം 5:15 മൃതദേഹം സംസ്കരിച്ചു. വളരെ വിഷമത്തിലാണ്. ഈ കുടുംബത്തിൻ്റെ അത്താണിയായിരുന്നു, കുടുംബനാഥനായിരുന്നു അജീഷ്. അജീഷാണ് ജോലി ചെയ്ത് കുടുംബം പുറത്തുനിന്ന് അത് തന്നെയാണ്. അപ്പോൾ അതൊക്കെ പോയി കഴിഞ്ഞാൽ ഞങ്ങളുടെ അവസ്ഥ എന്താണ്? തള്ളയുള്ളതാണ് തളഞ്ഞ് കിടക്കുന്നത്, അതങ്ങനെ കിടക്കണത്. 2 കൊച്ചങ്ങളും ഇതൊക്കെ ഞങ്ങൾക്ക് ജീവിക്കണ്ടേ. ഉത്തരവാദിത്തം എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ ചെയ്താൽ മതി. ഇല്ലെങ്കിൽ ഇവർ വെറുതെ മെനക്കെട്ട് കാര്യമില്ല. ജനങ്ങളെ പറഞ്ഞ് വഞ്ചിക്കാൻ നിൽക്കരുത്. ആര് വിളിച്ചാലും എന്ത് കാര്യത്തിനും രാത്രിയോ പകലോ ഒന്നും നോക്കാണ്ട് ഇറങ്ങി എന്ത് കാര്യമാണേലും അതിനിറങ്ങുന്നു. നമ്മുടെ ഏറ്റവും അടുത്തൊരു സുഹൃത്തായിരുന്നു, എൻ്റെ കൂടെയായിരുന്നു, ഒരുമിച്ചായിരുന്നു ഉണ്ടായിരുന്നത്. ആന വന്നപ്പം ഞാനും കൂടെ ഉണ്ടായിരുന്നതാണ്. രക്ഷിക്കാൻ നമുക്ക് പറ്റിയിട്ടില്ല. എൻ്റെ കൂടെ ഉണ്ടായിരുന്നു, ഞാൻ അങ്ങോട്ട് ഓടി, ആളിങ്ങോട്ട് ഓടി. എന്താണേലും സങ്കടം നമുക്ക് തീരുന്നില്ല. കുടുംബത്തെ സംബന്ധിച്ച് താങ്ങാൻ കഴിയാത്ത വിയോഗമാണ്. കണ്ണീരോടെ അജീഷിന് നാട് വിട നൽകിയിരിക്കുകയാണ്.